Dear friends, all of you, welcome to Historia. ഹിസ്റ്റോയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 5 ആണ് നമ്മൾ ചെയ്യുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദമായി പഠിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഇത് മാച്ചിങ് ആണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. ആര്യ സമാജ് ബോംബെ, ബ്രഹ്മ സമാജ് ബംഗാൾ, സത്യശോധക് സമാജ് പൂനെ, പ്രാർത്ഥന സമാജ് കൽക്കത്ത. ഇതിലേതാണ് തെറ്റായ ജോഡി എന്നാണ് നമുക്ക് നോക്കാം. ആര്യ സമാജ് ബോംബെ ശരിയാണോ തെറ്റാണോ? ഓർത്തിക്കുക, ആര്യ സമാജ് ബോംബെ എന്നത് ശരിയാണ്. 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ബോംബെയിൽ ഇന്നത്തെ ഗുജറാത്തിലെ കത്തിയവാറും പഴയ ബോംബെ പ്രസിഡൻസിയിലാണ് ആര്യ സമാജ് 1875 സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി എന്നറിയപ്പെടുന്ന മൂൾശങ്കർ എന്നറിയപ്പെട്ടിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതി 1875 പഴയ ബോംബെയിലും അല്ലെങ്കിൽ ഇന്നത്തെ ഗുജറാത്തിലെ കത്തിയവാറിലാണ് ആര്യ സമാജ് സ്ഥാപിച്ചത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആ മാച്ചിങ് ശരിയാണ്, ജോഡി ശരിയാണ്. ആര്യ സമാജ് ബോംബെയിലാണ് സ്ഥാപിച്ചത്. രണ്ടാമത്തെ നോക്കാം. ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ബംഗാളിലാണോ? ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് നമുക്കറിയാം ആരാണ്? രാജാറാം മോഹൻ റായ് 1827 ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന ജില്ലയിലാണ് സ്ഥാപിച്ചത്, ബ്രഹ്മസമാജ് സ്ഥാപിച്ചത്. അപ്പോൾ ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ബംഗാളിലാണ്. ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. 1828 ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന ജില്ലയിലാണ്. സോ രണ്ടാമത്തെ പേരും ശരിയാണ്, രണ്ടാമത്തെ ജോഡിയും ശരിയാണ്. സത്യശോധക് സമാജ് പൂനെ 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരായിരുന്നു? ജ്യോതിബ റാവു ഫുലെ. നമുക്കറിയാം മഹാത്മാ ജ്യോതിബ റാവു ഫുലെ എന്നറിയപ്പെടുന്ന മഹാത്മാ ഫുലെയാണ് 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. പൂനെയിൽ തന്നെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. സോ മൂന്നാമത്തെ ജോഡിയും ശരിയാണ്. പ്രാർത്ഥന സമാജ് കൽക്കത്ത നോക്കാം. പ്രാർത്ഥന സമാജ് സ്ഥാപിക്കുന്നത് 1867 സ്വാമി ആത്മറാം പാണ്ഡുരംഗാണ്. 1867 പ്രാർത്ഥന സമാജ് സ്ഥാപിച്ചത്. പക്ഷേ അത് കൽക്കത്തയിലായിരുന്നില്ല, അത് ബോംബെയിൽ തന്നെയായിരുന്നു. അപ്പോൾ പ്രാർത്ഥന സമാജ് സ്ഥാപിച്ചത് കൽക്കത്തയിലല്ല, ബോംബെയിലാണ്. ആത്മറാം പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത് 1867. സോ ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് നാലാമത്തെ ജോഡിയാണ്. പ്രാർത്ഥന സമാജ് കൽക്കത്തയിലല്ല, പ്രാർത്ഥന സമാജ് എവിടെയാണ്? ബോംബെയിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഈ ഒരു മാച്ചിങ് ജോഡി നമുക്ക് കിട്ടിയിരിക്കലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ ഗവർണറാണ്. സംസ്ഥാന നിയമസഭാ തലവൻ സ്പീക്കറാണ്. മന്ത്രിസഭാ തലവൻ മുഖ്യമന്ത്രിയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗവർണറാണ്. നമുക്ക് നോക്കാം ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ ഗവർണറാണ്. ശരിയാണോ തെറ്റാണോ? ഒരു സംശയം വേണ്ട, ഇത് ശരിയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഗവർണറായിരിക്കും. നമ്മൾ ഇപ്പോൾ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത്, രാഷ്ട്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എപ്പോഴും ആരായിരിക്കും? ഗവർണറായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഒരു സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവ് ഹെഡ് ഗവർണറാണ്. രാഷ്ട്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എപ്പോഴും രാഷ്ട്രപതിയായിരിക്കും. സംസ്ഥാന നിയമസഭാ തലവൻ സ്പീക്കറാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. സംസ്ഥാന നിയമസഭാ തലവൻ സ്പീക്കറാണ്. ഇങ്ങനെ ചോദ്യം വന്നാൽ മിക്കവാറും തെറ്റാറുണ്ട്. സംസ്ഥാന നിയമസഭാ തലവൻ സ്പീക്കറാണോ മുഖ്യമന്ത്രിയാണോ എന്ന് സംശയം വരാറുണ്ട്. ഓർത്തു വയ്ക്കുക, സംസ്ഥാന നിയമസഭാ തലവൻ എപ്പോഴും സ്പീക്കർ തന്നെയായിരിക്കും. ഒരു സംശയം വേണ്ട, സംസ്ഥാന നിയമസഭാ തലവൻ എപ്പോഴും സ്പീക്കറാണ്. ലോകസഭാ തലവൻ എപ്പോഴും ലോകസഭാ സ്പീക്കറായിരിക്കും. മറക്കരുത്, ലോകസഭാ തലവൻ ലോകസഭാ സ്പീക്കർ എന്നതുപോലെ തന്നെ ലോകസഭാ സ്പീക്കർ എന്നതുപോലെ തന്നെ സംസ്ഥാന നിയമസഭാ തലവൻ സംസ്ഥാന നിയമസഭാ സ്പീക്കറായിരിക്കും. നിയമസഭയിലെ എല്ലാ അംഗങ്ങളും അദ്ദേഹത്തെ സർ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാൻ പാടൂ. അതുകൊണ്ട് ലോകസഭാ തലവൻ ലോകസഭാ സ്പീക്കറും സംസ്ഥാന നിയമസഭാ തലവൻ നിയമസഭാ സ്പീക്കറുമാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. മന്ത്രിസഭാ തലവൻ മുഖ്യമന്ത്രിയാണ്. ശരിയാണോ തെറ്റാണോ? ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ. മന്ത്രിസഭാ തലവൻ മുഖ്യമന്ത്രിയാണ്, സംശയമൊന്നും വേണ്ട. മന്ത്രിസഭാ തലവൻ മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് മുഖ്യൻ എന്നൊരു വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മന്ത്രിസഭാ തലവൻ മുഖ്യമന്ത്രിയാണ്. ഇത് കേന്ദ്രത്തിലായാലും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭാ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര മന്ത്രിസഭാ തലവൻ പ്രധാനമന്ത്രിയാണെന്നതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും മന്ത്രിസഭാ തലവൻ ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും.
അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നാലാമത്തെ അടക്കം ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗവർണറാണ്. ആണോ? ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗവർണറാണോ? അല്ല. ഓർത്തുവയ്ക്കുക, ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചീഫ് സെക്രട്ടറിയാണ് വരുന്നത്. സോ ഈ 4 പ്രസ്ഥാനങ്ങൾ ഓർത്തുവയ്ക്കുക. ഈ 4 പ്രസ്ഥാനങ്ങൾ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ നാലാമത്തെ പ്രസ്ഥാനം ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗവർണറാണ് എന്നുള്ളതാണ് തെറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗവർണറല്ല, ചീഫ് സെക്രട്ടറി ആയിരിക്കും എന്ന കാര്യം ഓർത്തു വയ്ക്കുക. സോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന ആശയം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കടമെടുത്തു. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന ആശയം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കടമെടുത്തു. സ്ഥാപനവൽക്കരിക്കപ്പെട്ട നിയമങ്ങളുടെ നടപടിക്രമം എന്ന ആശയം ജപ്പാനിൽ നിന്നും കടമെടുത്തു. സ്ഥാപനവൽക്കരിക്കപ്പെട്ട നിയമങ്ങളുടെ നടപടിക്രമം എന്ന ആശയം ജപ്പാനിൽ നിന്നും കടമെടുത്തു. 1, 2 മാത്രം ശരിയാണ്, എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്ത അമേരിക്കയിൽ നിന്നാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ നീതിന്യായ പുനരവലോകനം. ഇന്ത്യൻ പാർലമെൻറ്റോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കോടതികളോ, ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ ഉണ്ടാക്കുന്ന നിയമങ്ങളോ അതല്ലെങ്കിൽ ഹൈക്കോടതികളുടെയോ സുപ്രീം കോടതിയോ വിധികളെ തന്നെ പുനഃപരിശോധിക്കാനും അത് തെറ്റുതിരുത്താനും വേണമെങ്കിൽ പരിപൂർണമായും റദ്ദ് ചെയ്യാനുള്ള അധികാരന്മാർക്കുണ്ട്, സുപ്രീം കോടതിക്കുണ്ട്. ഇതിനാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്, നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. ഓർത്തുക, ഈ ആശയം നമ്മൾ കടമെടുത്ത് അമേരിക്കയിൽ നിന്നാണ്. ഫണ്ടമെന്റൽസ്, അതോടൊപ്പം തന്നെ പ്രിയാമ്പിൾ, ഇംപീച്ച്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി തുടങ്ങിയ ആശയങ്ങളെല്ലാം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം നമ്മൾ കടമെടുത്ത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത് നോക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന ആശയം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കടമെടുത്തു. ശരിയാണോ തെറ്റാണോ? രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന ആശയം നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കടമെടുത്തുള്ളത്. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന ആശയം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കടമെടുത്തത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പ്രധാനമായും നമ്മൾ 2 കാര്യങ്ങളാണ് കടമെടുത്തത്. ഒന്ന്, ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത്. അതോടൊപ്പം തന്നെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന ആശയം സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത്. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നമുക്കറിയാലോ, ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. നമ്മൾ ജനങ്ങൾ നേരിട്ട് രാജ്യസഭാ ഇലക്ഷനിൽ പങ്കെടുക്കാറില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ MLA-മാരിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാറ്. അതുകൊണ്ട് രാജ്യസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്, പരോക്ഷമായിട്ട് തിരഞ്ഞെടുപ്പാണ്. ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്ന ആശയവും ഭരണഘടനാ ഭേദഗതി എന്ന ആശയം, 2 ആശയം നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. സ്ഥാപനവൽക്കരിക്കപ്പെട്ട നിയമങ്ങളുടെ നടപടിക്രമം എന്ന ആശയം ജപ്പാനിൽ നിന്നും കടമെടുത്തു. ഇത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനൊരു സംഭവം പൊതുവേ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പൊതുവെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുക. ഇത് നമ്മുടെ കേരള PSCക്കൊന്നും ഇതേവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. സെൻട്രൽ എക്സാമിന് മാത്രം ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ്. പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ലോ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ലോ അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട നിയമങ്ങളുടെ നടപടിക്രമം എന്ന വാക്കിൽ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ആശയം നമ്മൾ ജപ്പാനിൽ കടമെടുത്തു. ഇത് ശരിയാണ്. ഓർത്തുവയ്ക്കുക, ഈ ആശയം ശരിയാണ്. പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ലോ എന്ന ആശയം അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട നിയമങ്ങളുടെ നടപടിക്രമം എന്ന ആശയം നമ്മൾ ജപ്പാനിൽ നിന്നുമാണ് തന്നെയാണ് കടമെടുത്തുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് അവസാനത്തെ ഓപ്ഷനാണ്, എല്ലാം ശരിയാണ് എന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.